നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കോളേജുകളിൽ റാഗിംഗ് ഒരു പുതിയ കാര്യമല്ല. പണ്ടൊരു പാട്ട് പഠിക്കലിലോ ഡാൻസ് കളിപ്പിച്ചോ തീർന്നിരുന്ന റാഗിംഗ് ആൾക്കൂട്ട വിചാരണയിലും കൂട്ടമർദ്ദനത്തിലും കൊലപാതകത്തിലേക്കും ഇന്ന് എത്തിയിരിക്കുന്നു. 2023 ജൂണിൽ റാഗിങ്ങും വർഗീയതയും ഇല്ലാതെ കേരളത്തിലെ കോളേജുകളെ SFI സംരക്ഷിക്കുന്നു, പ്രതിച്ഛായ കളങ്കപ്പെടുത്താനാണ് ശ്രമമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് 2023 ജൂൺ 22 വ്യാഴാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി കുറച്ച് റാഗിംഗ് ചരിത്രം പറയാം. SFIയുടെ റാഗിംഗ് ചരിത്രവും കൂടി. പുതുതായി വരുന്നവർക്ക് പഴമക്കാർ നൽകുന്ന ഒരു ചെറിയ ഷോക്ക്, അങ്ങനെ അവർ പരിചയപ്പെടുന്നു. അതോടെ പിന്നെ സീനിയറും ജൂനിയറും ഇല്ലാത്ത സൗഹൃദം മാത്രം. ഈ ഒരു സങ്കല്പത്തിലാണ് 60കൾ തൊട്ട് വിദേശ രാജ്യങ്ങളിൽ റാഗിംഗ് എന്ന പരിപാടി തുടങ്ങിയതെന്നാണ് ഇത് സംബന്ധിച്ച ചില പഠനങ്ങളിൽ കാണുന്നത്. ലോകത്ത് പലയിടങ്ങളിലും റാഗിങ്ങിന്റെ പല രൂപങ്ങളുണ്ട്. US ഹേസ്റ്റിംഗ് ഇതിന് ഉദാഹരണമാണ്. സ്പോർട്സ് അക്കാദമികളിലും ചില ക്ലബ്ബുകളിലും ഗ്രൂപ്പുകളിലും ഫ്രട്ടേണിറ്റി സൊറോറിറ്റി ഹൗസുകളിലുമെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുമുണ്ട്. ഒരു വ്യക്തിയോ വ്യക്തികളോ മറ്റൊരാളെ ദ്രോഹിക്കുന്ന ബുള്ളിങ്ങിൽ പെടുത്തുന്നതാണ് റാഗിംഗ് എന്നാണ് ലഘുവായ നിർവചനം. നിർഭാഗ്യമെന്ന് പറയട്ടെ, റാഗിംഗ് വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുവെന്നും അവരുടെ കംഫർട്ട് സോൺ പൊളിച്ച് അവരെ കൂടുതൽ മികവുറ്റവരാക്കുന്നുവെന്നുള്ള ചിന്താഗതിയുള്ളവരും നമുക്കിടയിലുണ്ട്. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം കൂട്ടാൻ ക്രിയാത്മകവും പോസിറ്റീവുമായ എത്രയോ മാർഗങ്ങളുണ്ട്. കംഫർട്ട് സോൺ മാറ്റാനും ഇത്തരത്തിൽ ആരോഗ്യപരമായ മാർഗങ്ങൾ ഒട്ടേറെയുണ്ട്. അതിനെന്തിനാണ് റാഗിംഗ് എന്നാണ് ചോദ്യം. ഒരു ക്യാമ്പസിൽ പുതുതായി വരുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ അപ്രമാദിത്വം കാട്ടാള ഇരകളാണെന്നും സീനിയേഴ്സ് ചിന്തിക്കുന്നിടത്താണ് റാഗിങ്ങിന്റെ വളം വയ്ക്കൽ. ഇത്തരം പ്രവർത്തികൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണവും നിയമ നടപടികളുമെല്ലാം US പല കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ പൊതുവായ ക്യാമ്പസ് വിദ്യാഭ്യാസത്തിൽ സംഘടിതമായ രീതിയിൽ റാഗിംഗ് US കോളേജുകളിലും സർവകലാശാലകളിലുമൊന്നും അത്ര ദൃശ്യമല്ല. മാത്രമല്ല, ഒരാളെ വംശീയമായി അധിക്ഷേപിച്ചാൽ പോലും അകത്താവുന്ന അത്ര ശക്തമായ നിയമമാണ് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉള്ളത്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവരടങ്ങിയ ദക്ഷിണേന്ത്യയിൽ റാഗിംഗ് വ്യാപകമായി ഉണ്ട് താനും. പക്ഷേ ശക്തമായ നിയമനിർമ്മാണം വന്നതോടെ ഇപ്പോൾ ഇത് അവിടെയൊന്നും പ്രകടമല്ല. ഇനി മന്ത്രി റിയാസ് പറഞ്ഞതിനെ കുറിച്ച് സംസാരിക്കാം. 2023 ജൂൺ 22 വ്യാഴാഴ്ച കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇലക്ഷനിൽ ആർഷോ ജയിച്ചപ്പോൾ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഇതേ ആർഷോ ആണ് 2018 വിദ്യാർത്ഥിയായ നിസാമുദ്ദീനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായത്. പോരാത്തതിന് ജാമ്യത്തിലിറങ്ങിയ എറണാകുളം ജില്ലാ ഭാരവാഹിയായിരുന്ന ആർഷോയെ ഇതിനിടെ സംസ്ഥാന സെക്രട്ടറിയായി പെരിന്തൽമണ്ണയിൽ നടന്ന SFI സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതാണ് SFIയുടെ നിലപാട്. അവർക്കിപ്പോൾ വേണ്ടത് ഗുണ്ടകളെയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന പേരിൽ വളർത്തിക്കൊണ്ടുവരുന്നത് ക്യാമ്പസുകളിൽ തങ്ങളെ എതിർക്കുന്നവരെ തല്ലാനും കൊല്ലാനുമുള്ള ഗുണ്ടകളെയാണ് വാർത്തെടുക്കുന്നത്. 1987 MTയുടെ രചനയിൽ ഹരിഹരന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ മോഹൻലാൽ ചിത്രം അമൃതംഗമയ ഓർമ്മയില്ലേ. മോഹൻലാലിന്റെ സീനിയർ വിദ്യാർത്ഥി വിനീതിന്റെ ജൂനിയർ കഥാപാത്രത്തെ മെഡിക്കൽ കോളേജിൽ റാഗ് ചെയ്തു കൊല്ലുകയാണ്. കൊല്ലണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും കളി കാര്യമാവുന്നു. 80കളിലെ കേരളത്തിലെ ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതയുടെ നേർചിത്രമായിരുന്നു അത്. പിന്നീട് പലരും ഇത് എഴുതിയിട്ടുമുണ്ട്. ചോര റൊട്ടിയിൽ തേച്ച് തീറ്റിക്കുക, നഗ്നരായി നടത്തുക, തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് കോളേജ് ക്യാമ്പസ് അളപ്പിക്കുക, സീനിയർ വിദ്യാർത്ഥികളുടെ വസ്ത്രങ്ങൾ മാസങ്ങളോളം അലക്കിപ്പിക്കുക തുടങ്ങിയ അതിക്രൂരമായ കാര്യങ്ങളാണ് അക്കാലത്ത് മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. ട്രെയിനിൽ പാടിച്ച് പിച്ചെടുപ്പിച്ച കാര്യം പോലും പലരും പിന്നീട് എഴുതിയിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ അങ്ങനെ മനമെടുത്ത് ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട്. ഹിമാലയിലെ അമൻ ഗച്രു കൊലയ്ക്ക് എത്രയോ മുമ്പ് തന്നെ കേരളത്തിൽ റാഗിങ്ങിനെതിരെ വികാരമുണ്ടാവുന്ന 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1974 പട്ടാമ്പി സംസ്കൃത കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന SFI പ്രവർത്തകൻ സെയ്ദാലി മരിച്ചത് സഹപാഠിയായ വിദ്യാർത്ഥിനിയെ റാഗിങ്ങിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിച്ചതിനാണ്. ആ സെയ്ദാലിയുടെ പൈതൃകം അവകാശപ്പെടുന്നവർ തന്നെ ഇന്ന് റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നുവെന്നത് വേറൊരു കാര്യം. 1981 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി ബാലകൃഷ്ണൻ റാഗിംഗ് സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തത് കേരളത്തെ ഞെട്ടിച്ചു. ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു ആ കുട്ടി. സാഹചര്യം വിലയിരുത്തിയ SFI ഒരു പ്രഖ്യാപനം നടത്തി: ഞങ്ങൾ റാഗ് ചെയ്യില്ല, ആരെയും ചെയ്യാൻ അനുവദിക്കുകയുമില്ല. അക്കാലത്ത് വിദ്യാർത്ഥിയായിരുന്ന കാർഷിക ഗവേഷകൻ ഡോക്ടർ KM ശ്രീകുമാർ ഇങ്ങനെ എഴുതുന്നു: ഞാൻ 1983 ജനുവരിയിൽ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചറൽ കോളേജിൽ ചേർന്ന സമയത്ത് സീനിയേഴ്സ് കുറച്ച് കളി തമാശയായി റാഗ് ചെയ്തപ്പോൾ SFIയിലെ വിദ്യാർത്ഥികൾ രാത്രി മുഴുവൻ കാവൽ നിന്നു. റാഗിംഗ് പരിധി കടന്നപ്പോൾ അവർ തടഞ്ഞു. കോളേജ് അധികാരികളെ വിവരം അറിയിച്ചു. ഫലം ആവശ്യത്തോടെ അവിടെ റാഗിംഗ് നിന്നു. തലമുറകൾ കൈമാറാൻ പകയും വിദ്വേഷവും ഉണ്ടായില്ല.
ഡോക്ടർ ശ്രീകുമാർ വ്യക്തമാക്കി. പക്ഷേ 80കളിൽ നിന്ന് 2020കളിൽ എത്തുമ്പോൾ അതേ SFIയുടെ പിന്തുണയോടെയാണ് ക്യാമ്പസുകളിൽ റാഗിങ്ങും മറ്റ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും പൊടിപൊടിക്കുന്നത്. 90കളിലും 2000ത്തിലുമൊക്കെ കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിങ്ങിന് ചെറിയ ശമനമുണ്ടായിരുന്നെങ്കിലും 2010ഓടെ അത് വീണ്ടും പഴയ നിലയിലായി. 2015 കാലത്തിൽ അത് എല്ലാ നിലയിലും പിടിവിട്ടു. അതിന് കാരണമായി പലരും പറയുന്നത് SFIയുടെ അപജയം തന്നെയാണ്. ഒരു കാലത്ത് ആന്റി റാഗിംഗ് സമിതിക്ക് നേതൃത്വം കൊടുത്ത അതേ സംഘടന തന്നെയാണ് ഇന്ന് റാഗിങ്ങിനും സകല ആക്രമണങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത്. രാഷ്ട്രീയ കൊലകളിൽ അഭിമന്യു ഉൾപ്പെടെയുള്ളവരുടെ ചോര വീണ് ഒരുപാട് നഷ്ടമുണ്ടായ സംഘടനയാണ് SFI. പക്ഷേ അവർ ആദ്യം കത്തി താഴെ വെച്ച് മാതൃക കാട്ടുന്നില്ല എന്നാണ് ഡോക്ടർ ആസാദിനെ പോലെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. സമീപകാലത്ത് നമ്മുടെ ക്യാമ്പസുകളിലുണ്ടായ സകല ഗുണ്ടാ മാഫിയ പ്രവർത്തനത്തിലും ഒരു SFIക്കാരനെങ്കിലും കാണാം. നഗരമധ്യത്തിലെ കോളേജിൽ 100ലേറെ വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ സഹപാഠിയുടെ നെഞ്ചത്ത് കത്തി കുത്തിയിറക്കുക. 2019 നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് സംഭവം. ആറ്റുകാൽ SFI ലോക്കൽ കമ്മിറ്റി അംഗവും 3ാം വർഷ പൊളിറ്റിക്സ് വിദ്യാർത്ഥിയുമായ അഖിലിനെ കുത്തിയത് SFI നേതാവ് ശിവരഞ്ജിത്താണെന്ന് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ മൊഴി നൽകി. യൂണിറ്റ് സെക്രട്ടറി നസീമിന്റെ പക്കലുണ്ടായിരുന്ന കത്തിയാണ് കുത്താൻ ഉപയോഗിച്ചതെന്നും വിദ്യാർത്ഥികളുടെ മൊഴിയിൽ പറയുന്നു. SFIക്ക് ഇവിടെ കുട്ടികളെ തല്ലാൻ പ്രത്യേകമായി ഒരു മുറിയുണ്ടെന്ന് ഞെട്ടിക്കുന്ന വാർത്തയും ഇതോടൊപ്പം പുറത്തു വന്നു. ഇതോടെ ഇടിമുറി അധികൃതർ അടുപ്പിച്ചു. MA ഇംഗ്ലീഷ് വിഭാഗം ആദ്യ സെമസ്റ്റർ ക്ലാസ് മുറിയായി ഇടമുറി മാറ്റി. എന്നാൽ ദിവസങ്ങൾക്കകം അവിടുത്തെ ക്ലാസ് നിർത്തലാക്കി. SFIയുടെ സമ്മർദ്ദ ഫലമായി വിദ്യാർത്ഥിനികളുടെ പരാതിയിലാണ് കോളേജ് തീരുമാനം. ഇതിനെ തുടർന്ന് ഏതാനും കുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലുമായി. പ്രതികൾ 2 പേരും PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് പോലീസാകാൻ കാത്തിരിക്കുന്നവരായിരുന്നു. അപ്പോഴാണ് ഇവർ കോപ്പിയടിച്ച വിവരം പുറത്താകുന്നത്. അതിന് സഹായിച്ചതും SFI തന്നെയായിരുന്നു. കേരളം ഏറെ ചർച്ച ചെയ്തതാണ് ആ കോപ്പിയടി വിവാദം. നേരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന പെൺകുട്ടിയുടെ ആത്മഹത്യാശ്രമവും വിവാദമായിരുന്നു.